ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞ് ഹെയർ കെയർ വീഡിയോ ആയിട്ടാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ടുള്ള ഒരു കുട്ടി ഹെയർ കെയർ. അപ്പോൾ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും കമൻസും ഒക്കെ രേഖപ്പെടുത്തിയേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇന്നത്തെ ഹെയർ കെയർ വീഡിയോയിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ ഈ കാണുന്നത്. ഇതെന്താണെന്ന് എല്ലാവർക്കും അറിയാം. നമ്മുടെ സബോളയുടെയും ഉള്ളിയുടെയും തൊലിയാണ്. കൂട്ടാൻ വയ്ക്കാൻ എടുത്തപ്പോൾ ബാക്കി വന്ന നമ്മുടെ സബോളയുടെയും ഉള്ളിയുടെയും തൊലിയാണ്. ഒരു 4 സബോളയുടെ തൊലി അതിനകത്തുണ്ട്. ഒരു 10 കുഞ്ഞുള്ളിയുടെ തോലും അതിനുള്ളിലുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ ഹെയർ കെയർ വീഡിയോ എന്ന് പറയുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു ടീസ്പൂൺ അളവിലാണ്, ടീസ്പൂൺ വെച്ചാൽ ഏറ്റവും ചെറിയ സ്പൂണാണ് ടീസ്പൂൺ എന്ന് പറയുന്നത്. ഒരു ടീസ്പൂൺ അളവിൽ ഉലുവയും അതേപോലെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ നമ്മൾ റോസ്മേരിയും ചേർക്കുന്നുണ്ട്. പക്ഷേ ഇത് രണ്ടും, ഈ ഉലുവയും റോസ്മേരിയും ഓപ്ഷണലാണ്. ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. നമുക്ക് ഈ ഉള്ളിയുടെ തോല് മാത്രം മതി. അതിലേക്ക് ഈ ഒരു കപ്പ് അളവിൽ 2 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ നമ്മൾ ഗ്യാസിൽ വെച്ച് തിളപ്പിക്കാം. അതിനുശേഷം വന്നതിന് ശേഷം മാത്രം നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്നിട്ടൊന്ന് സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി കൊടുത്തേക്കണേ. ഇളക്കി കൊടുത്ത് ഒന്ന് തിളച്ച് വരുത്തില്ലേ, ആ വന്നിട്ട് വീണ്ടും സ്പൂൺ കൊണ്ട് മൊത്തത്തിൽ ഒന്ന് മിക്സ് ചെയ്തിച്ചും എന്ത് ചെയ്യണം, ഗ്യാസ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ നിന്ന് നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. ഇനി ലോ ഫ്ലെയിമിലിരുന്ന് ആ 2 ഗ്ലാസ് വെള്ളം എന്നുള്ളത് 1 ഗ്ലാസ് വെള്ളം ആ അളവിലേക്ക് മാറ്റിയെടുക്കുക. അങ്ങനെ നന്നായിട്ട് തിളച്ചത്, ഇപ്പം നന്നായിട്ട് 1 ഗ്ലാസ് വെള്ളം അളവായിട്ടുണ്ട്. അത് ഓഫ് ചെയ്തു. അതിനുശേഷം തണുത്തതിന് ശേഷം ഒരു അരിപ്പ എടുത്ത് വെച്ച് നന്നായിട്ട് ഞെരടി പിഴിഞ്ഞ് അതിൻ്റെ സത്ത് മുഴുവൻ അരിച്ചെടുക്കുക. അരിച്ചെടുത്തതിന് ശേഷം മാത്രമേ ഇത് ഉപയോഗിക്കാവുള്ളൂ. ഈ അരിച്ചെടുത്ത ആ വെള്ളം നമുക്ക് മാക്സിമം ആ തോലിൽ നിന്നൊക്കെ വെള്ളം ഊർന്ന് കിട്ടാൻ കുറച്ച് പാടാണ്. അപ്പോൾ നന്നായിട്ട് ഞെരടി പിഴിയുക. ഇത് നിങ്ങൾക്ക് അരിപ്പയിലല്ലെങ്കിൽ ഒരു വെള്ള തുണിയിലോ മറ്റോ, അല്ലെങ്കിൽ കളറിളകാത്ത ഷോളുണ്ടല്ലോ അതിലോ നന്നായിട്ട് ഞെക്കി പിഴിഞ്ഞെടുക്കുന്നെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇപ്പോൾ എനിക്ക് അരിപ്പ അവൈലബിൾ ഉള്ളത് കൊണ്ട് ഞാൻ അതിൽ ചെയ്യുന്നെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, മാക്സിമം അത് മുഴുവൻ ഞെക്കി പിഴിഞ്ഞെടുക്കുന്നുണ്ട്. അതിനകത്ത് സത്ത് ഫുള്ള് ആ വെള്ളത്തിൽ നിന്ന് എന്താ പറയുക, തോലിൽ നിന്ന് വെള്ളം സെപ്പറേറ്റ് ചെയ്ത് ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. അതൊരു ഗ്ലാസ്സായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ഈ ഒരു കളറായിരിക്കുമേ. അതിനുശേഷം എന്ത് ചെയ്യണം, നമ്മൾ തലയിൽ ഒന്നുകിൽ ഈ വെള്ളത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണ 1 ടീസ്പൂൺ ചേർക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എണ്ണ തേച്ചിട്ട് ഇത് തലയിൽ തേക്കാം. ഈ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മിശ്രിതം തലയിൽ തേക്കാം. അപ്പം ഞാൻ ആദ്യം കുറച്ച് എണ്ണ തൊട്ട് പുരട്ടി തലയിൽ തേച്ച് കൊടുത്തതിന് ശേഷം ഈ മിശ്രിതം തലയിലോട്ട് തേക്കുകയാണ്. ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ തണുത്ത വെള്ളത്തിൽ തല വാഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതാണ് കുളിച്ച് കഴിഞ്ഞിട്ടുള്ള ഹെയർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നന്ദി.